സർ, കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ശ്രീമതി ഉമാ തോമസ്, ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ ഈ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നത് പോലെ, ഉമാ തോമസ് ഒരു സെക്കൻഡ്, ഈ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നത് പോലെ സഭ ഗൗരവതരമായി ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ നടുവിലൂടെ ഓളം വെട്ടി പോകുന്നത് ദയവായിട്ട് ഒഴിവാക്കണം. പല പ്രാവശ്യം നമ്മളിത് പറഞ്ഞതാണ്. ഇനി പറയാൻ ഇടയാക്കരുത്. ഇനി ഉമാ തോമസ് പ്രൊസീഡ് ചെയ്തോളൂ. സർ, കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ JLN സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെ 11 സ്റ്റേഷനുകളോടെ 11.2 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും തൃക്കാക്കര മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സർ, ഈ പദ്ധതിക്കായി DPR സമർപ്പിച്ചത് 2019 ജനുവരിയിലാണെങ്കിലും കോവിഡും മറ്റു പല കാരണങ്ങളാലും 2022 നവംബറിൽ അനുമതി ലഭിച്ച ഈ രണ്ടാം ഘട്ട മെട്രോ പ്രവർത്തനത്തിന് 1957.05 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സർ, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ട പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ വളരെ ദീർഘവീക്ഷണത്തോടെ 22 റോഡുകൾ BM&BC ലെവലിനേക്കാളും ഉയർന്ന നിലയിലും 4 പാലങ്ങളും നിർമ്മിച്ച് ഔട്ടർ റിങ്ങിൽ നിന്ന് പോലും വരുന്ന ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഗതാഗത സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് മെട്രോ പ്രവർത്തനങ്ങൾ നടന്നത്. എന്നാൽ ഇന്ന് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. സർ, ജനങ്ങൾക്ക് ബദൽ സംവിധാനം ഒരുക്കുന്നതിനായി ഒരു സിംഗിൾ റോഡ് പോലും സജ്ജമാക്കാതെയാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഇതിൻ്റെ ഫലമായി എൻ്റെ മണ്ഡലത്തിൽ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സർ, ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, കിൻഫ്ര, സെസ്, കളക്ടറേറ്റ് അടക്കം ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് ജീവനക്കാർ ജോലി ചെയ്യുന്ന ഈ പ്രദേശത്ത് യാത്ര ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. സർ, കാൽനടക്കാർക്കും വ്യാപാരി സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും സാധാരണ ജനങ്ങൾക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സർ നേരിടേണ്ടി വരുന്നത്. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നും അതുപോലെ തന്നെ പേഷ്യൻസ് ടുഡേ കംഫർട്ട് ടുമോറോ എന്ന ആപ്തവാക്യങ്ങളൊക്കെ സാധാരണ ജനങ്ങൾക്ക് സഹിക്കാവുന്നതിൽ ഏറെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർ, രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ 3 വർഷത്തിൽ പദ്ധതി പൂർത്തിയാക്കുമെന്ന് പരസ്യമായി പറഞ്ഞ മെട്രോ MD ഇപ്പോൾ നവംബർ 2027 പൂർത്തീകരണ തീയതിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സർ, എന്ത് കാരണം കൊണ്ടാണ് ഇത്ര കാലതാമസം പറയുന്നത് എന്നതിനെക്കുറിച്ച് അടിയന്തരമായ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും അന്വേഷണവും നടത്തേണ്ടതുണ്ട്. സർ, 2026 മെയ് 31 കണക്ക് പ്രകാരം 38% ഫിസിക്കൽ പ്രോഗ്രസ് മാത്രമാണ് സർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ സ്ഥിതിയിൽ ചിലപ്പോൾ 1-2% വർധനവുണ്ടായിരിക്കാം. സർ, കൂറ്റൻ ബാരിക്കേഡുകൾ റോഡിലുടനീളം സ്ഥാപിച്ചിരിക്കുന്നതിനാൽ കാൽനടക്കാർക്ക് ഒരു മരുന്ന് വാങ്ങാൻ പോലും റോഡ് മുറിച്ചു കടക്കുവാനോ കുഞ്ഞു മക്കളെയൊക്കെ സ്കൂളിൽ വിടാനായിട്ട് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ 2 വീലേഴ്സ് U-ടേൺ എടുക്കുന്നത് പോലെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് സർ ഇവിടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, ഇവിടെ ബസ്സുകൾക്ക് സ്റ്റോപ്പിൽ നിർത്താനാവുന്നില്ല, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് യാത്രക്കാരില്ല, കച്ചവടക്കാർക്ക് സാമഗ്രികൾ സ്റ്റോക്ക് ചെയ്യാനോ ക്രയവിക്രയം നടത്താനോ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. കച്ചവട സ്ഥാപനങ്ങൾ പലതും തുറക്കുന്നില്ല. സർ, മറ്റ് വകുപ്പുമായുള്ള ഏകോപനമില്ലായ്മ മൂലം പൈലിംഗ് നടത്തുമ്പോൾ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുകയും വൈദ്യുതി ലൈനുകൾ വിച്ഛേദനവും ഒക്കെ പതിവായി മാറിയിരിക്കുകയാണ്. സർ, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡുകൾ പല ഭാഗങ്ങളിലും ഇടുങ്ങിയിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ നടപ്പാതകൾ തകർന്നു സ്ലാബുകൾ കേടുപാടുകൾ സംഭവിച്ചതും കാരണം കാൽനട യാത്രക്കാർക്ക് പോലും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. സർ, ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനാൽ ഇരുചക്ര വാഹനക്കാർ അപകട സാധ്യത പോലും അവഗണിച്ച് ഡ്രെയിനേജ് സ്ലാബിലൂടെയും ഇടുങ്ങിയ വഴികളിലൂടെയും ഒക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, അതോടൊപ്പം പദ്ധതിയുടെ നടത്തിപ്പിലും മേൽനോട്ടത്തിലുമൊക്കെ കാര്യക്ഷമതക്കുറവ് പൊതുസമൂഹത്തിൽ ആശങ്കയുണർത്തുന്നുണ്ട്. സർ, ഉന്നത പദവി അലങ്കരിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരും മെട്രോയിലോ
അല്ലെങ്കിൽ റെയിൽവേയിലോ യാതൊരു പരിചയവുമില്ലാത്തവരാണെന്ന് വ്യാപകമായ പരാതിയുണ്ട് സർ. ജനങ്ങളുടെ സുരക്ഷ ചോദ്യചിഹ്നമാകുന്ന ഇത്തരം നിയമനങ്ങൾ സർക്കാർ സമുചിതമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് സർ. എളംകുളം മെട്രോ സ്റ്റേഷനിൽ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നതായി പരാതി ലഭിച്ചിട്ട് ഏതാണ്ട് 2 വർഷത്തോളമായിട്ടും യാതൊരു പരിഹാരവും ഇതുവരെ നടത്തിയിട്ടില്ല സർ. കൊച്ചി വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത പ്രവൃത്തികളിലും വളരെ കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സർ. ധാരാളം യാത്രക്കാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മണ്ഡലത്തിലെ ആറാട്ടുകടവ് ബോട്ട് ജെട്ടിയും തുതിയൂർ ബോട്ട് ജെട്ടിയും ഒക്കെ കൊച്ചി വാട്ടർ മെട്രോയുടെ സർവീസ് ആരംഭിച്ചതിന് ശേഷം നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ് സർ. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകൾ സർവീസ് നിർത്തുകയും കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ടെർമിനൽ ഇല്ലാത്തതും മൂലവുമാണ് ഈ പ്രദേശത്തുള്ള യാത്രക്കാർ വളരെ ദുരിതത്തിലായിരിക്കുന്നത് സർ. ഈ യാത്രക്കാരെ അനുഭാവപൂർവമായി വിഷയം പരിഹരിച്ച് കൊടുക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് സർ. തൃക്കാക്കരയിൽ ടൗൺഷിപ്പ് നിർമ്മിക്കും എന്ന് പറഞ്ഞ് NGO ക്വാർട്ടേഴ്സിലെ ഒരു പ്രദേശമാകെ KMRL നൽകിയിട്ട് ഇന്ന് വരെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല സർ. ഈ പ്രദേശത്തെ അമ്പാടിമൂല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സമീപവാസികളായ കുട്ടികൾ കളിസ്ഥലമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സർ. ഈ ഗ്രൗണ്ട് നവീകരണത്തിനായി ബന്ധപ്പെട്ട് ഈ കളിസ്ഥലം ആവശ്യപ്പെട്ടിട്ട് അതുപോലും മെട്രോ അനുവദിച്ചില്ല സർ. ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരി ഉപയോഗമൊക്കെ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ആരോഗ്യകരമായ കളിസ്ഥലങ്ങൾ, കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിനു പോലും വിലങ്ങുതടിയായിട്ടാണ് സർ ഇപ്പോൾ KMRL പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സർ. ഇതുകൂടാതെ ഇതുകൂടാതെ മെട്രോയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എൻ്റെ മണ്ഡലത്തിലെ ബണ്ട് റോഡിൻ്റെ പ്രവർത്തനവും അനന്തമായി നീളുകയാണ് സർ. ഇതിനേക്കാൾ ഏറെ എന്നെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വിഷയമുണ്ട് സർ. മെട്രോയുടെ അവസാനത്തെ സ്റ്റേഷനായ സ്മാർട്ട് സിറ്റിയിൽ സ്റ്റേഷന് വേണ്ട സ്ഥലം ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മെട്രോ MD പറയുകയുണ്ടായത് സർ. ഇതിലൊക്കെ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാവണം. ഗവൺമെന്റ് ഇത് പരിഹരിച്ചു തരണം. കാലതാമസം നേരിടുന്ന ഈ പ്രവൃത്തിയെ പറ്റിയെല്ലാം അന്വേഷണം നടത്തി സമയബന്ധിതമായി പ്രസ്തുത പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് തൃക്കാക്കരയിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി ഉമാ തോമസ് ഉന്നയിച്ച ആശങ്കകൾ സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ട നിർമ്മാണ സമയത്തുണ്ടായിരുന്ന മുന്നൊരുക്കങ്ങൾ 2ാം ഘട്ട നിർമ്മാണത്തിൽ ഉണ്ടായിട്ടില്ല. 1ാം ഘട്ട നിർമ്മാണത്തിൻ്റെ മുന്നൊരുക്കങ്ങളായി 22 റോഡുകൾ ഉന്നതമായ നിലവാരത്തിൽ വീതി കൂട്ടിയതിന് ശേഷമാണ് കൊച്ചി നഗരത്തിൻ്റെ നടുവിലൂടെ ആലുവ വരെ പോയിരുന്ന ആ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. ഇത് ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള ജില്ലയുടെ ആസ്ഥാനം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന കളക്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങളുള്ള കാക്കനാട് തൃക്കാക്കര ഭാഗത്തേക്ക് ഇത് പണിയുമ്പോൾ ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല. ഞാൻ ആ റോഡിലൂടെ നിരന്തരമായി യാത്ര ചെയ്ത് പല പ്രാവശ്യം 1-2 മണിക്കൂർ ഗതാഗത സ്തംഭനത്തിൽ പെട്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് വിശദമായി ആ വിഷയങ്ങൾ അറിയാം. ഇവിടെ MLA അവതരിപ്പിച്ച ഉത്കണ്ഠ വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല 2ാം ഘട്ട നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. വീണ്ടും സമയം നീട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ ഇപ്പോഴും നടന്നിട്ടുള്ളൂ. വലിയൊരു ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ പരിമിതമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പരമാവധി ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കൂടുതൽ ട്രാഫിക് വാർഡന്മാരെ വിന്യസിപ്പിക്കും. കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ റോഡുകൾ, നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള റോഡുകൾ പരമാവധി വീതി കൂട്ടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. അതുപോലെ പ്രധാന റോഡുകളിലെ വാഹന തിരക്കുകൾ കുറയ്ക്കുന്നതിനായി സമാന്തര ബദലുമായിട്ടുള്ള റോഡുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, വഴി തിരിച്ചുവിടൽ വിവരങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഗൗരവമായി ചെയ്യും. ബദൽ റോഡുകളുടെ നവീകരണത്തിനായി 7.5 കോടി രൂപ അനുവദിക്കണമെന്ന KMRLന്റെ അപേക്ഷ ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. നേരത്തെ ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടില്ല. മഴക്കാലം കണക്കിലെടുത്ത് റോഡുകളിൽ വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാനുള്ള ഓടകൾ വൃത്തിയാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കരാർ പ്രകാരമുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കേണ്ടതുണ്ട്. ചില സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായ സാഹചര്യങ്ങൾ പരിഗണിച്ച്
ഇപ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സുരക്ഷാ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്ന കരാറുകാർക്കെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി KMRL നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. സമയബന്ധിതമായി പണി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനം ഉണ്ടാകണം. വാട്ടർ അതോറിറ്റി, KSEB, ട്രാഫിക് പോലീസ്, BSNL, PWD തുടങ്ങിയ വിവിധ വകുപ്പുകളുമായി ജില്ലാ കളക്ടറുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ കൂടിയാലോചനകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി ഇനി നിശ്ചയിക്കുന്ന സമയം, നേരത്തെ നിശ്ചയിച്ച സമയമല്ല, സമയബന്ധിതമായി മെട്രോ 2ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും നിർമ്മാണ വേളയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും പരമാവധി നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നതാണ്. ചോദ്യം. സർ, ഇതുമായി ബന്ധപ്പെട്ട് നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു ക്രെഡിബിലിറ്റി കൂടി അന്വേഷണം നടത്തുമോ സർ? അല്ല, അതിലേക്ക് നിരീക്ഷിച്ച് ഞാൻ പറഞ്ഞല്ലോ, സമയബന്ധിതമായി ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനാവശ്യമായ എല്ലാ ഭരണ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കും. കാര്യം മനസ്സിലായി, ഞാനത് പറയുന്നില്ല. അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും.